ഇറ്റലിയിലെ റിമിനിയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. വിശുദ്ധ അന്തോനീസ് ഒരു കൂട്ടം നാസ്തികരുടെ മാനസാന്തരത്തിനു വേണ്ടി ദിവ്യകാരുണ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയും അവരുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു നാസ്തികൻ, ബൊനോവില്ല, തിരുവോസ്തിയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെപ്പറ്റി വിശുദ്ധ അന്തോനീസിനെ വെല്ലുവിളിച്ചു. ഒരു അത്ഭുതം സംഭവിച്ചാൽ തങ്ങൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാമെന്ന് അവർ പറഞ്ഞു. 3 ദിവസം പട്ടിണിക്കിട്ട ഒരു കഴുതയുടെ മുൻപിൽ തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച് വൈദികനും ഇഷ്ടഭക്ഷണം പിടിച്ച് യജമാനനും നിലയുറപ്പിച്ചു. കഴുത ഉടൻ തന്നെ യജമാനൻ നൽകിയ ഭക്ഷണം ഉപേക്ഷിച്ച് ബഹുമാനത്തോടെ കാലുകൾ മടക്കി ദിവ്യകാരുണ്യത്തെ വണങ്ങി. ഇത് കണ്ട ബൊനോവില്ലായും മറ്റു നാസ്തികരും സത്യവിശ്വാസം സ്വീകരിക്കുകയും ദിവ്യകാരുണ്യത്തിന്റെ പ്രചാരകരായി മാറുകയും ചെയ്തു. ബൊനോവില്ലയുടെ മാനസാന്തരം രൂപതയുടെ ഔദ്യോഗിക രേഖകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സ്ഥലത്തെ മെത്രാന്റെ നിർദ്ദേശാനുസരണം അത്ഭുതം നടന്നിടത്ത് ഒരു ദേവാലയം പണിതുയർത്തി. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇന്നും ഈ വിശുദ്ധ സ്ഥലം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു.